ഹലോ ഗായ്സ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്യില്ലെന്ന് കരുതിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പോക്കാണിത്. എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതൊരു വ്ളോഗായിട്ട് ഇടുകയാണ് കേട്ടോ. എനിക്കൊരു ഓർമ്മ വേണ്ടേ? കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇനി മുടിയുടെ മുകളിലേക്ക് ഒരു പരിപാടിയില്ല, കുറച്ച് കാലം ഇങ്ങനെ നിൽക്കട്ടെ, ഇപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ടെന്ന്. ആ വീഡിയോൻ്റെ തന്നെ ലാസ്റ്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ സ്വഭാവമാണ്, എനിക്ക് എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുകയാണ് കട്ട് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കട്ട് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്കത് തോന്നി ഗൈസ്, മുടി ഒന്ന് കട്ട് ചെയ്യാം. കാരണം കുറേ വാലും കോലും ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് പോവട്ടെ. ഒരു മേക്ക് ഓവർ അത്യാവശ്യമാണ്. കാരണം എനിക്ക് ഒരേപോലെ കുറേ കാലം ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമല്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അല്ലേ? ഒരു ഹെയർ കട്ട് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് വീണ്ടും എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹെയർ കട്ട് മാത്രമല്ല ഞാൻ ചെയ്തത്, ഇയർ ടു ഇയർ സ്മൂത്തനിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായത് എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത്. സ്മൂത്തനിങ് ആണ് ചെയ്തിട്ട് നമ്മളെ നിമിഷ ചേച്ചീൻ്റെ മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വല്ലാതെ വ്യതിചലിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം ചില സമയം എനിക്ക് തോന്നും ഭയങ്കരമായിട്ട് ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക്. അങ്ങനത്തെ ആണ്. ചില സമയം എനിക്ക് തോന്നും ഭയങ്കര ഷോർട്ട് ഹെയർ ആണ് എനിക്ക് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യത്തെ പോയ കോലമാണോ അല്ലെങ്കിൽ ഇപ്പം മേക്ക് ഓവർ ചെയ്ത കോലമാണോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ ഒന്ന് പറയണേ. സത്യം പറഞ്ഞാൽ ഇപ്പൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, വീട്ടിൽ പോയി ഇത് പറയുമ്പം എല്ലാവരുടെയും പ്രതികരണം എന്തായിരിക്കുന്ന. കാരണം വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഒരാളോട്, ഒരു മനുഷ്യനോട് ഞാൻ മുടി വെട്ടാൻ പോവുകയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി പോയി കഴിഞ്ഞിട്ട് പറഞ്ഞാലറിയാം. ഇനി ഞാൻ ഈ തല മാന്തുകയാണ്, എനിക്ക് തലയിൽ പേനുണ്ടെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഞാൻ വേവ്സ് കൺസിഡർ ഗൈസ്, ഓക്കെ. പിന്നെ ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് തിക്നെസ് തോന്നുന്നുണ്ട് ഇല്ലേ. ആ വാലൊക്കെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ കുറച്ച് വൃത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എൻ്റെ കുറച്ച് പ്രവർത്തനങ്ങളായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ വൈശാട്ടനെ വെയിറ്റ് ചെയ്യണം. വൈശാട്ടൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏട്ടന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ടൗണിൽ പോയി. ഞാനിവിടെ തിരിച്ചു വരുമ്പോൾ ഏട്ടനെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഏട്ടനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതുവരെ ഞാൻ നിമിഷേച്ചിൻ്റെ മേക്ക് ഓവർ സ്റ്റുഡിയോ എൻ്റെ ഒരു പ്രഹസന തട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് പ്രഹസനങ്ങൾ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഉണ്ടല്ലോ, ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായില്ല കേട്ടോ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, റീനമ്മ പറഞ്ഞത്, ഇപ്പം കാണാൻ കുറച്ച് മെന വെച്ചിട്ടുണ്ട്, കുറച്ച് വൃത്തിയായിട്ടുണ്ടെന്നാ. എൻ്റെ അമ്മയൊക്കെ മാറിപ്പോയി മക്കളെ. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡ് അത് ഒഴിവാക്കിയ ഒരു പരിപാടിയില്ല. ഏട്ടന് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോന്നു ഗായ്സ്. ബൈ.